പിന്നെ ഒരുപക്ഷെ നിങ്ങൾ ചിലർ മാത്രം അറിഞ്ഞിരിക്കാനിടയുള്ള മറ്റൊരു ദുരന്തം ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അത് ഇറാനെതിരായിട്ട് ഇസ്രയേൽ നടത്തിയിട്ടുള്ള വെളുപ്പാങ്കാലത്ത് നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഇറാൻ്റെ സൈനിക സംവിധാനത്തിലെ വളരെ ഉന്നതനായ ഒരാളെ ഇസ്രയേലുകാർ സിയോണിസ്റ്റുകൾ ആക്രമണത്തിലൂടെ വധിച്ചു കഴിഞ്ഞു. ഇറാനെതിരായിട്ടുള്ള എല്ലാ സന്നാഹത്തോടും കൂടിയിട്ടുള്ള വലിയൊരു ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. ലോകത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, ലോക സമ്പദ്ഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഒന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിന് പിന്തുണയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയുടെയും ട്രംപിൻ്റെയും അതുപോലുള്ള ഭരണാധികാരികളുടെയും പിന്തുണയോടുകൂടിയാണ് ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ തന്നെ കൂട്ടക്കുരുതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് അവിടെ അതിക്രമങ്ങളെല്ലാം ഇനി ഏതാനും ആഴ്ചകൾ കൊണ്ട് തങ്ങൾ പൂർത്തിയാക്കും എന്ന മട്ടിലാണ് ഇറാന് നേരെ ഈ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. CPIM അതിശക്തമായ ഭാഷയിൽ ഇറാന് നേരെ ഇസ്രയേൽ നടത്തുന്ന ഈ സൈനിക ആക്രമണത്തെ അപലപിക്കുകയാണ്. മുമ്പ് ഈജിപ്തിനെതിരായിട്ടും ഇതുപോലൊരു ആക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നു. ഈജിപ്തിൻ്റെ എല്ലാ വിമാനങ്ങളും ഇവരാക്രമിച്ചങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ലോക ഭീകരനായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരതയെ എതിരിടുന്നു പറഞ്ഞ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ ഭീകര യുദ്ധങ്ങളൊക്കെ ഇസ്രയേൽ നടത്തുന്നത്. ലോകം ഒരേ ശബ്ദത്തിൽ അപലപിക്കേണ്ടതാണിത്. ഗാസയിലേക്ക് മരുന്നും ഭക്ഷ്യവസ്തുക്കളുമായി പോയ തിൻബർഗ് എന്ന് പറയുന്ന സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടി, അവരടങ്ങുന്ന ഒരു സംഘത്തെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ലോകത്ത് എന്ത് കുറ്റകൃത്യവും ചെയ്യാം, ഭീകരകൃത്യവും ചെയ്യാം ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ എന്നതാണ് അവസ്ഥ. ഇതിനെ ശക്തമായി അപലപിക്കുന്ന ഒരു സമീപനം, ഇപ്പോൾ ഇറാന് നേരെ നടത്തിയ യുദ്ധത്തെ അപലപിക്കുന്ന ഒരു സമീപനം ഇന്ത്യ ഗവൺമെൻറ് പ്രകടിപ്പിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ത്യയുടെ ചേരിചേരാ വിദേശ നയമെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇറാനെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ എന്താണ് നരേന്ദ്രമോദിയുടെ അഭിപ്രായം എന്നറിയാനും കൗതുകമാണ്.